നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. KSUവിനെ മുന്നറിയിപ്പുമായി റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ. KSU പരിധി വിട്ട് പോകരുതെന്ന മന്ത്രി. KSUവിനെ അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാമെന്നും അത് പരിഗണിക്കേണ്ടതാണെങ്കിൽ പരിഗണിക്കുമെന്നും അല്ലാത്തപക്ഷം തള്ളിക്കളയുമെന്നും AP അനിൽകുമാർ. എക്കാലത്തും UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ടെന്നും പക്ഷേ അഭിപ്രായങ്ങൾ പറയുന്നിടത്ത് പറയണമെന്നും മന്ത്രിയുടെ മുന്നറിയിപ്പ്. പാലക്കാട് പവർ കട്ടിനെ തുടർന്ന് ഓക്സിജൻ കിട്ടാതെ രോഗി മരിച്ചെന്ന പരാതിയുമായി രോഗിയുടെ മകളും മരുമക്കളും. അത്യാസന്ന നിലയിലായിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഓക്സിജൻ സംവിധാനം വൈദ്യുതി മുടങ്ങിയതോടെ നിലയ്ക്കുകയായിരുന്നു. KSBയിലേക്ക് വിളിച്ചപ്പോൾ എന്തുകൊണ്ട് ഇൻവെർട്ടർ മേടിച്ചില്ലെന്ന ചോദ്യമാണ് അധികൃതർ നൽകിയതെന്നും പരാതി. കേരളത്തിൻ്റെ പൊതുഗതാഗത മേഖലയിൽ അവഗണിക്കാൻ കഴിയാത്തതും ഇന്ധന നികുതി ഇനത്തിൽ വൻതുക സർക്കാരിന് നേടിക്കൊടുക്കുകയും ചെയ്യുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ദുരിത ജീവിതം സർക്കാർ കണ്ടില്ലെന്ന് നടക്കുകയാണെന്ന് BMS പാലക്കാട് ജില്ലാ സെക്രട്ടറി K. രാജേഷ്. ഓട്ടോറിക്ഷ മേഖല നിലനിർത്താൻ സർക്കാർ ഗൗരവമായി ഇടപെടണമെന്നും K. രാജേഷ്. സർക്കാരെ ഞങ്ങൾക്കും കുടുംബമുണ്ട് എന്ന മുദ്രാവാക്യവുമായി കേരള മോട്ടോർ ആൻഡ് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘിൻ്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് കളക്ടറേറ്റ് മാർച്ച്. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് യുവാവിനെ ജീപ്പ് പിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സ്കൂൾ മാനേജറുടെ മകനെതിരെ കൊലപാതകത്തിന് കേസെടുത്തു. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി എക്സൈസ് നടത്തിയ 24 മണിക്കൂർ പരിശോധനയ്ക്കുള്ളിൽ 385 കേസുകളായി 72 പേർ അറസ്റ്റിൽ. പാലക്കാട് കൊല്ലങ്കോട് ചീരണിയിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. KSUവിനെ മുന്നറിയിപ്പുമായി റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ. KSU പരിധി വിട്ട് പോകരുതെന്ന് മന്ത്രി സൂചിപ്പിച്ചു. KSUവിനെ അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാമെന്നും അത് പരിഗണിക്കേണ്ടതാണെങ്കിൽ പരിഗണിക്കുമെന്നും അല്ലാത്തപക്ഷം തള്ളിക്കളയുമെന്നും മന്ത്രി പറഞ്ഞു. എക്കാലത്തും UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ടെന്നും പക്ഷേ അഭിപ്രായം പറയേണ്ടിടത്ത് പറയണമെന്നും മന്ത്രി തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയെ പറഞ്ഞു. അതിനകത്ത് KSUവിന് അഭിപ്രായങ്ങൾ പറയാം. KSUവിന് അഭിപ്രായങ്ങൾ പറയുന്നത് അതിൻ്റെ പരിധി വിട്ട് പറയരുത് എന്ന് മാത്രമേ ഉള്ളൂ. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ഉണ്ടാകുന്നു സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. KSUവിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ഞങ്ങളാരും എതിർക്കുന്നില്ല. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട വേദികളിൽ പരിഹരിക്കപ്പെടുക. പാലക്കാട് പവർ കട്ടിനെ തുടർന്ന് ഓക്സിജൻ കിട്ടാതെ രോഗി മരിച്ചെന്ന പരാതിയുമായി രോഗിയുടെ മകളും മരുമക്കളും രംഗത്തെത്തി. അത്യാസന്ന നിലയിലായിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഓക്സിജൻ സംവിധാനം വൈദ്യുതി മുടങ്ങിയതോടെ നിലയ്ക്കുകയായിരുന്നെന്നാണ് പരാതി. KSB ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ എന്തുകൊണ്ട് ഇൻവെർട്ടർ മേടിച്ചില്ലെന്നായിരുന്നു KSB അധികൃതരുടെ ഭാഗത്തുനിന്നും മറുപടി ലഭിച്ചതെന്നും സംഭവത്തിൽ ആരോഗ്യവകുപ്പ് കേസെടുത്തിട്ടുണ്ടെന്നും കുടുംബം പറയുന്നു. അത്യന്യാസ നിലയിലായിരുന്ന ഇദ്ദേഹത്തിന്റെ ഓക്സിജൻ സംവിധാനം വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് നിലയ്ക്കുകയായിരുന്നു. ആശുപത്രിയിൽ നിന്നും ഓക്സിജന്റെ സഹായത്തോടെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത രോഗിക്കാണ് പവർ കട്ടിനെ തുടർന്ന് ഓക്സിജൻ സഹായം നഷ്ടപ്പെട്ടതോടെ ജീവൻ നഷ്ടമായത്. അർദ്ധരാത്രി 12 മണിയോടെ കറണ്ട് പോവുകയും ഓക്സിജൻ ലെവൽ 39:40 എത്തുകയും ചെയ്തതോടെ KSB ഓഫീസിലേക്ക് വീട്ടുകാർ വിളിച്ചു. എന്തുകൊണ്ട് ഇൻവെർട്ടർ മേടിച്ചില്ലെന്നായിരുന്നു KSBയുടെ പ്രതികരണം. എന്നായിരുന്നു മകൻ പറഞ്ഞത്. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 2 തവണയായിട്ട് പവർ കട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കൊരു ഓക്സിജൻ്റെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ലെവലിലുള്ളതാണ്. അപ്പോൾ ഫുൾ ടൈം ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പവർ കട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് ഓക്സിജൻ ലെവൽ താഴ്ന്നു പോയി. അതൊരു സർവൈവ് ചെയ്തു. ഫസ്റ്റ് ടൈം ഒരു 20-25 മിനിറ്റോളം പവർ കട്ടായിരുന്നു. അത് സർവൈവ് ചെയ്ത് പിന്നെ ഒരു 11:30-11:45 ആ ടൈമിൽ വീണ്ടും പോയി. അതൊരു 20-25 മിനിറ്റോളം നീണ്ടു നിന്നിരുന്നു. ആ ടൈമിൽ KSB ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. പക്ഷേ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള ലെവലിലാണ് സംസാരിച്ചത്. അപ്പോൾ ആ ടൈമിൽ ഇനി ഈ ഒരു അവസ്ഥ വേറൊരു ആർക്കും വരാതിരിക്കട്ടെ, അതിനുള്ള എന്തെങ്കിലും ഒരു നടപടി ഉണ്ടെങ്കിൽ അത് തീരുമാനിക്കുക. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിൻ്റെ പൊതുഗതാഗത മേഖലയിൽ അവഗണിക്കാൻ കഴിയാത്തതും ഇന്ധന നികുതി ഇനത്തിൽ വൻതുക സർക്കാരിന് നേടിക്കൊടുക്കുകയും ചെയ്യുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ദുരിത ജീവിതം സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് BMS ജില്ലാ സെക്രട്ടറി K. രാജേഷ് പറഞ്ഞു. ഓട്ടോറിക്ഷ മേഖല നിലനിർത്താൻ സർക്കാർ ഗൗരവമായി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞങ്ങൾക്കും കുടുംബമുണ്ട് സർക്കാരെ എന്ന മുദ്രാവാക്യമുയർത്തി കേരള മോട്ടോർ ആൻഡ് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് പാലക്കാട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
സർക്കാരിനെതിരെ സമരം ചെയ്ത സംഘടനയാ BMS. അത് മേഖലാ തലങ്ങളിൽ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യനാളിക്കെതിരെ സമരം ചെയ്തതാ. നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങളുടെ സർക്കാരിനോട് ഇത്തരമൊരു ആവശ്യം പറയാൻ കഴിയാതെ അതിന്റെ ഭാഗമായി ഇടതുപക്ഷം എടുക്കുമ്പോൾ വലിച്ചെറിഞ്ഞു. അത്രയും അപമാനിച്ച സംഘടനയാ. ചുവപ്പ് കൊടിയും എടുത്തിട്ട് ഇന്ന് തൊഴിലാളികളുടെ അവകാശങ്ങൾ പറയാൻ, തൊഴിലാളികൾക്ക് വേണ്ടി ഞങ്ങളെ ഉള്ളൂ, ഉടയനെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ മടക്കി യൂണിയൻ ജില്ലാ ട്രഷറർ KR രാജൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ശശി ചോറൂട്ടൂർ, V ശിവദാസ്, S രാജേന്ദ്രൻ, ശശി തൃത്താല, രാജൻ കൊല്ലങ്കോട് എന്നിവർ സംസാരിച്ചു. നേരത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ അണിനിരന്നു. ഞങ്ങളടക്കം പ്രതിഷേധം. V ധനപാലൻ, KK ചാമുണ്ണി, MR റിക്സൺ, KV ഉദയൻ, R ശിവകുമാർ, M കൃഷ്ണകുമാർ, മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി. ബ്യൂറോ, പാലക്കാട്. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് തർക്കത്തെ തുടർന്ന് യുവാവിനെ ജീപ്പിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സ്കൂൾ മാനേജറുടെ മകനെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുത്തു. ചിറ്റൂർ പട്ടഞ്ചേരി കണിമാറി മൂപ്പർ വീട്ടിൽ ജിഷ്ണുവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കരിപ്പോട് KSBS സ്കൂൾ മാനേജറുടെ മകൻ മുണ്ടൂർ കാത്തിക്കുളം സ്വദേശി VV ഹൗസിലെ PV അജയനാണ് കോങ്ങാട് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. വിദ്യാലയത്തിലെ അധ്യാപക ജോലിക്കായി ജിഷ്ണു 35 ലക്ഷം നൽകിയിരുന്നു. എന്നാൽ ജോലി ലഭിച്ചില്ല. ജോലി ലഭിക്കാതെ വന്നതോടെ കൊടുത്ത പണം തിരികെ ചോദിച്ച് ജിഷ്ണുവും അച്ഛൻ പീതാംബരനും അജയന്റെ വീട്ടിലെത്തിയിരുന്നു. വീട്ടിൽ വെച്ച് ജിഷ്ണുവിനെയും അച്ഛൻ പീതാംബരനെയും അജയനും അച്ഛൻ അനൂപ് കുമാറും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു. എന്നിട്ടും അരിശം തീരാതിരുന്ന ഇവർ കാഞ്ഞിക്കുളം പെട്രോൾ പമ്പിൽ വെച്ച് ജിഷ്ണു സഞ്ചരിച്ച കാറിന് പിന്നിൽ ജീപ്പിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ 10 നടന്ന സംഭവത്തിൽ CCTV ഉൾപ്പെടെയുള്ള പരിശോധിച്ചാണ് പോലീസ് കേസെടുത്തത്. അജയന്റെ പിതാവ് അനൂപ് കുമാർ ഈ കേസിൽ 2ാം പ്രതിയാണ്. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് 2025-ലും പാലക്കാട് നോർത്ത് സ്റ്റേഷനിൽ അനൂപ് കുമാറിനെതിരെ കേസുണ്ട്. പ്രതികൾക്കെതിരെ കൊലപാതക ശ്രമം, അപകടകരമായ രീതിയിൽ വണ്ടി ഓടിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. ഒളിവിൽ പോകാൻ ശ്രമിച്ച പ്രതിയെ മുണ്ടൂർ കാഞ്ഞിരക്കുളം ഭാഗത്ത് വെച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കോങ്ങാട് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ അറിയിച്ചു. അന്വേഷണത്തിനും അറസ്റ്റിനും ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ, ASI ജെയിംസ് ജോൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽ M, പ്രസാദ് G, സന്തോഷ് കുമാർ, KV ശിവദാസ് എന്നിവർ നേതൃത്വം നൽകി. പ്രതി അജയനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി എക്സൈസ് നടത്തിയ പരിശോധനയിൽ 24 മണിക്കൂറിനുള്ളിൽ 385 കേസുകളായി 72 പേർ അറസ്റ്റിലായിട്ടുണ്ട്. NDPS കേസുകൾ 42, അബ്കാരി കേസുകൾ 51, കോട്ട്പ കേസുകൾ 292, പിടിച്ചെടുത്ത വാഹനങ്ങൾ 5, പരിശോധനാ വാഹനങ്ങൾ 4352. NDPS കേസുകൾ 42, അബ്കാരി കേസുകൾ 51, കോപ്ട്ര കേസുകൾ 292, പിടിച്ചെടുത്ത വാഹനങ്ങൾ 5, പരിശോധിച്ച വാഹനങ്ങളുടെ എണ്ണം 4352. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് 18 കിലോഗ്രാം കഞ്ചാവും 9 കഞ്ചാവ് ചെടികളും 12.3 കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും അനധികൃതമായി സൂക്ഷിച്ച 115 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും 210 ലിറ്റർ വാഷും പിടിച്ചെടുത്തു. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നേരിട്ടും വാട്സപ്പ് മുഖേനയും 9447178000 എന്ന നമ്പറിൽ എക്സൈസിനെ അറിയിക്കാം. ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് എക്സൈസ് വകുപ്പ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് കൊല്ലങ്കോട് ചീരണിയിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് പുലി കുടുങ്ങിയത്. പുലിയെ വനം വകുപ്പ് പോത്തുണ്ടി ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. മൃഗഡോക്ടർ പുലിയുടെ ആരോഗ്യനില പരിശോധിക്കും. ഒരാഴ്ച മുൻപാണ് ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടതിനെ തുടർന്ന് വനം വകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചത്. ചേലക്കര നിയോജകമണ്ഡലം ബഹ്റിൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ ഉന്നത വിജയം നേടിയ 19 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നിള പ്രവാസി സെക്രട്ടറി ഷിബു ചെറുതുരുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബഷീർ കളത്തിൽ അധ്യക്ഷത വഹിച്ചു. അസീസ് പള്ളം, ഷമീർ വരവൂർ, മുഹമ്മദ് കുട്ടി പുളയ്ക്കൽ, ഷറഫുദ്ദീൻ പുതുശ്ശേരി, വഹാബ് അലിക്കൽ, സാദിഖ് വെട്ടിക്കാട്ടി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ചികിത്സാ ധനസഹായ വിതരണവും ഉണ്ടായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ വളരെ സുതാര്യമായും വളരെ വിപുലമായും നടത്തുന്ന ഒരു ചാരിറ്റി പ്രവർത്തന കൂട്ടായ്മയാണ് നമ്മുടെ നിള. ഏകദേശം 2021 ആരംഭിച്ച നമ്മുടെ ഈ കൂട്ടായ്മ
ഏകദേശം 5 കൊല്ലത്തോളമായി ഇപ്പോൾ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ പ്രസിഡന്റായിരുന്ന മാഹിർ ചെറുതുരുത്തിയുടെ മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് ഒരു ഫണ്ടുകൾ നൽകിയും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയും നമ്മുടെ വിപുലമായ നല്ല പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ബഹ്റൈനിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ വിദ്യാഭ്യാസ അവാർഡ് 3 വർഷമായി നൽകുന്നുണ്ട്. അതിൻ്റെ ഇപ്രാവശ്യവും നമ്മൾ വളരെ വിപുലമായി ഏകദേശം 19ഓളം കുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നുണ്ട്. കൂടാതെ തന്നെ ഏകദേശം 1 കോടി രൂപ നമ്മൾ ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ ചേലക്കര നിയോജക മണ്ഡലത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ, ചികിത്സാ സഹായമായും മരണാനന്തര സഹായമായും മറ്റ് കല്യാണങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, പിന്നെ ഹോസ്പിറ്റാലിറ്റി, വിവിധ തലത്തിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മുടെ നില. KSSBU മങ്കര യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. സംഘടനാ സ്റ്റേറ്റ് കൗൺസിലർ പി രാജഗോപാലൻ മാസ്റ്റർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഈ നിലവിലുള്ള പെൻഷൻകാർക്ക് മാത്രമേ പെൻഷൻ പരിഷ്കരണം നൽകേണ്ടതുള്ളൂ എന്നും പുതിയ അതായത് ഇപ്പോൾ 1/4/2025 മുമ്പുള്ള ഒരു പെൻഷൻകാർക്കും പെൻഷൻ പരിഷ്കരണം നൽകേണ്ടതില്ല എന്ന് ഫൈനാൻസ് ബില്ലിൽ റൂളായിട്ട് സർക്കാർ പാസ്സാക്കിയിരിക്കുകയാണ് ഫൈനാൻസ് ബില്ല് പാർലമെൻറ്റ്. നിലവിൽ സുപ്രീം കോടതിയുടെ ഉത്തരവും ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതയുമുള്ള പെൻഷൻ ഔദാര്യമല്ല അവകാശമാണ് എന്ന് നഗാര കേസിലെ വിധി നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ പെൻഷനിൽ ജീവനക്കാർക്കും അല്ലെങ്കിൽ പെൻഷൻകാരുടെയും നിലവിലുള്ള ആനുകൂല്യം മുഴുവനും നിഷേധിക്കുന്ന തരത്തിലുള്ള ഫൈനാൻസ് ബില്ല് പാസ്സാക്കി. കൺവെൻഷനിൽ യൂണിറ്റ് പ്രസിഡന്റ് VI വേലായുധൻ അധ്യക്ഷത വഹിച്ചു. KM ബാലകൃഷ്ണൻ മാസ്റ്റർ നവാഗതരെ പരിചയപ്പെടുത്തി. ചടങ്ങിൽ മെമ്പർഷിപ്പ് വിതരണവും നവാഗതർക്കുള്ള സ്വീകരണവും മുതിർന്ന പെൻഷൻകാരെ ആദരിക്കലും ഉണ്ടായിരുന്നു. ബ്ലോക്ക് സെക്രട്ടറി P കൃഷ്ണദാസ് മാസ്റ്റർ, CM വിപിനൻ മാസ്റ്റർ, MC വാസുദേവൻ മാസ്റ്റർ, PR രാജേശ്വരി ടീച്ചർ, VP പ്രേമ ടീച്ചർ, നന്ദനൻ മാസ്റ്റർ, KP ചാമുണ്ണി, K വെള്ളപ്പൻ എന്നിവർ സംസാരിച്ചു. VK മുരളി മാസ്റ്റർ സ്വാഗതവും MK ശിവദാസൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. മെഡിസപ്പ് അവാർഡുകൾ പരിഹരിക്കണമെന്നും വനിതാ സംവരണ നിയമം പ്രാബല്യത്തിലാക്കണമെന്നും കൺവെൻഷൻ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ വനിതാ സബ് കമ്മിറ്റിയുടെ ഷൊർണൂർ മേഖലാ സമ്മേളനം ചേർന്നു. മഞ്ഞക്കാട് മെട്രിക് ഹോസ്റ്റൽ ഹാളിൽ നടന്ന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ വനിതാ സബ് കമ്മിറ്റിയുടെ ഷൊർണൂർ മേഖലാ സമ്മേളനമാണ് ശനിയാഴ്ച രാവിലെ മഞ്ഞക്കാട് പ്രീ മെട്രിക് ഹോസ്റ്റൽ ഹാളിൽ സംഘടിപ്പിച്ചത്. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കർഷകർ ഈ പൈസയാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. ആ പൈസ വെട്ടിക്കുറച്ചതിൻ്റെ ഫലമായിട്ട് നമ്മളിന്ന് ഇനി വളരെയധികം കഷ്ടപ്പാടിലൂടെയാണ് ഇനി കടന്നു പോകുന്നത്. ഒരു വികസന പ്രവർത്തനവും നഗരസഭയ്ക്ക് നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അപ്പോൾ എന്താ വെച്ചാൽ ജനങ്ങളുടെ ഈ ഷൊർണൂർ നഗരസഭയിലെ ജനങ്ങൾക്ക് നമ്മളോട് നമ്മുടെ ഭരണത്തിൽ അതിർത്തി വരണം എന്നുള്ള ഒരു ലക്ഷ്യം ഈ നഗരസഭ എന്നുള്ളതല്ല, എല്ലാ നഗരസഭകൾക്കും ഇങ്ങനെ തന്നെയാണ് ഫണ്ട് വീതിച്ചു കൊടുത്തിട്ടുള്ളത്. സമ്മേളനത്തിൽ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു. അസോസിയേഷൻ വനിതാ സംസ്ഥാന കമ്മിറ്റി അംഗം K കുമാരി, പുഷ്പലത, MK രാമേന്ദ്രൻ, K ചന്ദ്രൻ, സതീന്ദ്രൻ, KK കേശവൻ, പത്മിനി എന്നിവർ സംസാരിച്ചു. ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുക, മുതിർന്ന പൗരന്മാരുടെ റെയിൽവേ യാത്രായിളവ് പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് 3 വർഷം. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗവും കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. കുളപ്പുള്ളിയിൽ നടന്ന ചടങ്ങ് DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് 3 വർഷം. 3ാം ചരമവാർഷിക ദിനത്തിൽ ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുളപ്പുള്ളിയിലെ കോൺഗ്രസ് ഓഫീസിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗവും കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിനു മുന്നിൽ നേതാക്കൾ പുഷ്പാർച്ചന നടത്തിയായിരുന്നു ചടങ്ങ് ആരംഭിച്ചത്. DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ 3ാം ചരമദിനമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലും പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിലും കേരളത്തിൻ്റെ സമൂഹത്തിന് വേണ്ടി ഒട്ടനവധി സംഭാവനകൾ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ചെയ്തിട്ടുണ്ട്.
അദ്ദേഹം പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടപ്പിലാക്കിയ കാരുണ്യ പദ്ധതി ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പെൻഷൻ 600 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ 1100 വർദ്ധിപ്പിച്ചത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയാണ്. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയ ഒട്ടനവധി പദ്ധതികളുണ്ട്. കൊച്ചി മെട്രോ ആണെങ്കിലും വിഴിഞ്ഞം തുറമുഖമാണെങ്കിലും അങ്ങനെ കേരളത്തിലെ വികസന സ്വപ്നങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി എന്നും കേരളത്തിലെ സമൂഹത്തിൻ്റെ മുന്നിൽ ജ്വലിച്ചു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു ഷൊർണൂർകാരൻ എന്നുള്ള രീതിയിൽ വളരെ അഭിമാനമുണ്ട് ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കുമ്പോൾ. ഷൊർണൂരിലെ ഐക്കോൺസ് എന്ന ഈ സ്ഥാപനത്തെ കേരളത്തിലെ ഒരു വലിയ ഒരു സ്ഥാപനമായി മാറ്റാൻ അദ്ദേഹം നടത്തിയ ഇടപെടൽ നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. ഷൊർണൂരിൻ്റെ തടയണയാണെങ്കിലും ഷൊർണൂരിലെ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. ചടങ്ങിൽ കിറ്റ് വിതരണവും ഉണ്ടായിരുന്നു. യോഗത്തിൽ ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയ് പ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ കെ കൃഷ്ണകുമാർ, വി കെ ശ്രീകൃഷ്ണൻ, ടി.വൈ. ഷിഹാബുദ്ദീൻ, മുഹമ്മദ് എന്ന മനു, വി.കെ.പി. വിജയനുണ്ണി, ഗോപികൃഷ്ണൻ, കൗൺസിലർമാരായ മുഹമ്മദ് ആഷിഖ്, ഗീത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാമത് ചരമവാർഷിക ദിനം വാടനാകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമുചിതമായി ആചരിച്ചു. ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി. രൂപേഷ് അധ്യക്ഷത വഹിച്ചു. നേരത്തെ പുഷ്പാർച്ചനയും ഉണ്ടായിരുന്നു. അത്രയും സാധാരണക്കാരോട് പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് ലീഡർ ശ്രീ കെ കരുണാകരനെ പോലെ ആളുകളുണ്ടായിരുന്നു, അതേപോലെ തന്നെ ആന്റണി പോലത്തെ ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ജനകീയനും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇടപെടാനുള്ള ഒരു നേതാവുമായിരുന്നു നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ്. അദ്ദേഹത്തിൻ്റെ പാവനമായ സ്മരണയ്ക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ 1-2 ചെറിയ സന്തോഷങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട്. ആദ്യത്തെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിലെ ഒരു പ്രവാസകാലം മുഴുവൻ ഗൾഫിൽ അധ്വാനിച്ച് 30 വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചെത്തുകയും അന്ന് ഗൾഫിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ തന്നെയുള്ള ഒരാളെടുത്ത് നിന്ന് കുറച്ച് പൈസ കടം വാങ്ങിച്ച് വരികയും പിന്നീട് അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ സാധിക്കാതെ 30 വർഷങ്ങൾക്ക് ശേഷം യൂട്യൂബുകളിലൂടെയും മറ്റുള്ള ഇതിലൂടെയും സോഷ്യൽ മീഡിയകളിലൊക്കെ പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുറേ 30 വർഷക്കാലമായി ആ സ്വരൂപിച്ചിരുന്ന ആ ഒരു വിഷമം അത് മനസ്സിൽ നിന്ന് അലട്ടാതെ അവസാനം ഇപ്പോൾ 1 മാസങ്ങൾക്ക് മുന്നേ ആ ആളെ കണ്ടെത്തി ആ കടം വീട്ടിയിട്ടുള്ള ഒരാള് ഇന്ന് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ ഈ പാവന സ്മരണയിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രസ്തുത ചടങ്ങിൽ പ്രവാസ ലോകത്തെ 30 വർഷക്കാലം സേവനമനുഷ്ഠിച്ച അവസാനം തിരികെ പോരുമ്പോൾ അവിടുത്തെ ഒരാളുടെ കയ്യിൽ നിന്നും കുറച്ച് പണം കടം വാങ്ങി തിരികെ നാട്ടിലെത്തിയ മുത്തുക്ക എന്നൊരാൾ വാടനാകുറിശ്ശിയിലുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ആ കടം 30 വർഷം മുമ്പത്തെ എങ്ങനെ തിരികെ കൊടുക്കണമെന്ന് 30 വർഷക്കാലമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിലൂടെയും യൂട്യൂബിലൂടെയും തനിക്ക് കടം തന്ന വ്യക്തിയെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അദ്ദേഹത്തെ കണ്ടുപിടിക്കുകയും തനിക്ക് തന്ന പൈസ തിരിച്ചു കൊടുത്ത് മാതൃകയാവുകയും ചെയ്തു. പ്രശസ്ത മുത്തുക്കയെ വാടനാകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിനന്ദിച്ചു. കൂടാതെ പട്ടാമ്പി നിയോജകമണ്ഡലം KSU വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മാളവിക രാജീവിനെയും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ KSU പ്രിയദർശിനി കോർഡിനേറ്റർ ആയി നിയമിതനായ കാർത്തിക എസിനെയും ചടങ്ങിൽ അനുമോദിച്ചു. ചടങ്ങിൽ PK അബൂബക്കർ സിദ്ദിഖ്, A ശ്രീനിവാസൻ, VK ഇമ്പിച്ചുമണി, TP രാജീവൻ, ബ്രിജേഷ്, ഷാഫി കാരക്കാട്, ഹാരിസ് V, അസീസ് സൈദർവി, PK നാരായണൻ, VT അലി, INTUC തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് ജില്ലക്കാരനായ അനിൽ മേനോൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയതിൻ്റെ ആഹ്ലാദത്തിൽ കോട്ടായി ചമ്പ്രക്കുളം AP സ്കൂൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഇറാം എഡ്യൂക്കേഷണൽ വെൽഫെയർ ട്രസ്റ്റിൻ്റെ സഹകരണത്തോടെ സ്കൂളിന് മുന്നിൽ ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു. സ്കൂൾ പ്രധാന അധ്യാപകൻ വിജയൻ മാസ്റ്റർ, അധ്യാപകരായ സുധ, രഞ്ജിനി, ബീന, അനിഷ ബേബി, വിവിന, സജ്ന, ശരണ്യകൃഷ്ണൻ, സനൂജ എന്നിവരും പരിസ്ഥിതി പ്രവർത്തകരായ ഷംസുദ്ദീൻ മാങ്കുർശി, KK റഹ്മാൻ, അപ്പുകുട്ടൻ കല്ലൂർ, റസാഖ് പത്രിപ്പാല, വിജയൻ കല്ലൂർ എന്നിവരും നേതൃത്വം നൽകി. നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായി ഡോക്ടർ അനിൽ മേനോൻ ബഹിരാകാശത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യക്ക് മാത്രമല്ല ലോകരാജ്യങ്ങൾക്ക് തന്നെ കേരളത്തിൻ്റെ പേര് പുറകെ കേൾപ്പിക്കുകയും നമുക്കെല്ലാം മലയാളികളായ എല്ലാവർക്കും അഭിമാനമായി മാറിയ അനിൽ മേനോനും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ മാസം വിരമിക്കുന്ന OIC ECHS കേണൽ ശങ്കരനാരായണനെ പാലക്കാടൻ സൈനിക കൂട്ടായ്മയുടെ കരിമ്പനക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ECHS
പോളിക്ലിനിക്കിൽ വെച്ച് യാത്രയപ്പ് നൽകി. കരിമ്പനക്കുട്ടൻ രക്ഷാധികാരി ടി ശിവദാസ് പൊന്നാട അണിച്ചു. കരിമ്പനക്കുട്ടൻ രക്ഷാധികാരികളായ കെ ബാലസുബ്രഹ്മണ്യൻ, പി കാർത്തികേയൻ എന്നിവർ ചേർന്ന് മൊമൻറ്റോ നൽകി. പുതുതായി ചാർജെടുത്ത EIC ECHS കേണൽ ജയകൃഷ്ണനെ കരിമ്പനക്കൂട്ടം മെമ്പർ ശ്രീനിവാസൻ സ്വീകരിച്ചു. കരിമ്പനക്കൂട്ടൻ രക്ഷാധികാരികളായ ലക്ഷ്മണദാസ്, ശ്രീധരൻ, നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. കരിമ്പനക്കൂട്ടം സെക്രട്ടറി ദിനാൽ രാജ സ്വാഗതവും രക്ഷാധികാരി VP മധുസൂദനൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSUവിനെ മുന്നറിയിപ്പുമായി റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ. KSU പരിധി വിട്ട് പോകരുതെന്ന മന്ത്രി. KSUവിന് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാമെന്നും അത് പരിഗണിക്കേണ്ടതാണെങ്കിൽ പരിഗണിക്കുമെന്നും അല്ലാത്തപക്ഷം തള്ളിക്കളയുമെന്നും AP അനിൽകുമാർ. എക്കാലത്തും UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ടെന്നും പക്ഷേ അഭിപ്രായങ്ങൾ പറയുന്നിടത്ത് പറയണമെന്നും മന്ത്രിയുടെ മുന്നറിയിപ്പ്. പാലക്കാട് പവർ കട്ടിനെ തുടർന്ന് ഓക്സിജൻ കിട്ടാതെ രോഗി മരിച്ചെന്ന പരാതിയുമായി രോഗിയുടെ മകളും മരുമക്കളും. അത്യാസന്ന നിലയിലായിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഓക്സിജൻ സംവിധാനം വൈദ്യുതി മുടങ്ങിയതോടെ നിലയ്ക്കുകയായിരുന്നു. KSBയിലേക്ക് വിളിച്ചപ്പോൾ എന്തുകൊണ്ട് ഇൻവെർട്ടർ മേടിച്ചില്ലെന്ന ചോദ്യമാണ് അധികൃതർ നൽകിയതെന്നും പരാതി. കേരളത്തിൻ്റെ പൊതുഗതാഗത മേഖലയിൽ അവഗണിക്കാൻ കഴിയാത്തതും ഇന്ധന നികുതി ഇനത്തിൽ വൻതുക സർക്കാരിന് നേടിക്കൊടുക്കുകയും ചെയ്യുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ദുരിത ജീവിതം സർക്കാർ കണ്ടില്ലെന്ന് നടക്കുകയാണെന്ന് BMS പാലക്കാട് ജില്ലാ സെക്രട്ടറി K രാജേഷ്. ഓട്ടോറിക്ഷ മേഖല നിലനിർത്താൻ സർക്കാർ ഗൗരവമായി ഇടപെടണമെന്നും K രാജേഷ്. സർക്കാരെ ഞങ്ങൾക്കും കുടുംബമുണ്ട് എന്ന മുദ്രാവാക്യവുമായി കേരള മോട്ടോർ ആൻഡ് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘിൻ്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് കളക്ടറേറ്റ് മാർച്ച്. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് യുവാവിനെ ജീപ്പ് പിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സ്കൂൾ മാനേജറുടെ മകനെതിരെ കൊലപാതകത്തിന് കേസെടുത്തു. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി എക്സൈസ് നടത്തിയ 24 മണിക്കൂർ പരിശോധനയ്ക്കുള്ളിൽ 385 കേസുകളായി 72 പേർ അറസ്റ്റിൽ. പാലക്കാട് കൊല്ലങ്കോട് ചീരണിയിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.